നമ്മുടെയൊക്കെ കടം എന്തോന്ന് കടം. കടം കേൾക്കണോ? കോടീശ്വരന്മാരുടെ കടങ്ങൾ. ഏ കോടീശ്വരന്മാരുടെ കടങ്ങൾ കേൾക്കണോ? അദാനി പോട്ടെ, അംബാനി തുടങ്ങാം. അംബാനിയുടെ, അതായത് അംബാനി തന്നെ പല വിധമുണ്ട്. ഒരു അംബാനി പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി, കടക്കണിപ്പെട്ട് പാപ്പരായി, അനിൽ അംബാനി, അത് വേറെ. അതുപോലെ അറ്റ്ലസ് രാമചന്ദ്രൻ ഇപ്പം ജയിലില്ല, അറിയാമല്ലോ. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മുകേഷ് അംബാനിയുടെ കടം നോക്കാം. അങ്ങേർക്ക് 100 കമ്പനികളുണ്ട്. ശരി, എല്ലാത്തിൻ്റെയും മൊത്തം കടം നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. ഈ കടങ്ങളൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കടം. ഡെപ്റ്റ് ഓഫ് അദാനി ഗ്രൂപ്പ് എന്ന് അടിക്കുകയാണെങ്കിൽ വരും. ഏത് കമ്പനികളുടെയും ലഭ്യമാവുന്ന വിവരങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. നമ്മളൊക്കെ വിചാരിക്കും നമുക്കാണ് ഏറ്റവും ഭയങ്കര കടമുള്ളത്. നമ്മുടെ ഈ അജ്ഞാതൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ എത്രയോ പേര്, 10,000-കണക്കിന് പേര് എഴുതിയിട്ടുണ്ട്. 10 ലക്ഷം, 20 ലക്ഷം, 30 ലക്ഷം, 40 ലക്ഷം, 50 ലക്ഷം, കോടികൾ കട ഉള്ളവർ വരെ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കടമൊക്കെ എന്തോന്ന് കടം? ഇതൊന്നുമല്ല കടം. ഏതാണ്ട് 1 കോടിയിലധികം കടമുള്ളവരുടെ കാര്യമൊന്നും ആരും കമൻറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ ഈ അജ്ഞാതൻ്റെ കമൻറ്റ് ബോക്സിൽ. ഓക്കെ, അതേസമയം കേട്ടോ, മുകേഷ് അംബാനിക്ക് ഒരുപാട് കമ്പനികളുണ്ട്. മൊത്തം കടം ഇതിനകത്ത് ലഭ്യമല്ല. ടോട്ടൽ കടം കാണുന്നില്ല. പെട്ടെന്ന് പറയാവുന്ന റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ആസ്തിയുള്ള കമ്പനിയാണ് മുകേഷ് അംബാനിയുടെ. അവരുടെ കടം, റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ മാത്രം കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകേഷ് അംബാനിയുടെ മൊത്തം കടം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടുന്നില്ല ഈ നമ്മുടെ ഗൂഗിളിനകത്ത്. എന്തായാലും ഇത് മാത്രം കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടുക. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് 3.5 ലക്ഷം കോടി രൂപ, 3.5 കോടി രൂപയല്ല, 3.5 ലക്ഷം കോടി രൂപ. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 3.47, അതായത് 3.47 ലക്ഷം കോടി രൂപയാണ് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ മാത്രം കടം. ഓക്കെ, പിന്നെ അദാനിക്ക് ഒരു 100 കമ്പനിയുണ്ട്. അത് എല്ലാം കൂടെ ടോട്ടൽ കൂട്ടിയെടുക്കാൻ ഒരുപാട് സമയമെടുക്കും. 3.36 ലക്ഷം കോടി രൂപ അദാനിയുടെ ഏതോ ഒരു കമ്പനിയുടെ മാത്രം കടമാണത്. എൻ്റെ ഒരു ഏകദേശ കണക്കനുസരിച്ച് 20 ലക്ഷം കോടി രൂപയിലധികമാണ് അദാനിയുടെ എല്ലാ കടത്തിൻ്റെയും ടോട്ടൽ. ഓക്കെ, എന്നിട്ട് ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ ഗ്രൂപ്പിൻ്റെ മൊത്തം കടത്തിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ, ഡീറ്റെയിൽഡായിട്ട്. കാര്യം അവർ കണക്കിലെ കളികളാണ്. അതായത് ഈ അവരുടെ കമ്പനിയുടെ ഈ എന്താ പറയുക, നമ്മുടെ ടോട്ടൽ കടം അത് കുറയ്ക്കാൻ വേണ്ടി പല രീതിയിൽ അവർ ഈ ടാക്സ് വെട്ടിക്കുക, അങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികളൊക്കെ ചെയ്ത് അവരുടെ കടമൊക്കെ ഭയങ്കരമായിട്ട് കുറച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ടോട്ടൽ ഡെപ്റ്റ് നമ്മൾ നോക്കുന്നില്ല. പകരം ടാറ്റ മോട്ടോഴ്സ് ഏറ്റവും വലിയ കമ്പനിയാണല്ലോ. ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ അവർ ഭയങ്കര പരിപാടികളൊക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് മുന്നേറുകയാണ്. പക്ഷേ അവരുടെ ടാറ്റ മോട്ടോഴ്സിൻ്റെ മാത്രം കടം 71,540 കോടി രൂപയാണ്.
71,540 രൂപയല്ല, 71,540 കോടി രൂപ. ഓക്കെ, ബിർള ഗ്രൂപ്പ്. അതും ഒരുപാട് കമ്പനികളുള്ള എല്ലാത്തിൻ്റെയും ഒക്കെ ചിലതൊക്കെ എല്ലാം കൂടെ കൂട്ടിയും കുറച്ച് ഏകദേശം ബിർളയുടെ കടം നമുക്ക് ഒറ്റ സംഖ്യയിൽ ഒതുക്കിയാണെങ്കിൽ 1.5 ലക്ഷം കോടി രൂപ. 1.5 കോടി രൂപയല്ല, 1.5 ലക്ഷം കോടി രൂപ. കൃത്യമായിട്ട് ഉള്ള വിവരം, ലഭ്യമായ വിവരം പറയുന്നത് 1.57 ട്രില്യൺ, അതായത് 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം കോടി. ഓക്കെ, അപ്പോൾ 1.57 ലക്ഷം കോടി രൂപയാണ് ബിർള കമ്പനിയുടെ രഹസ്യം. അപ്പോൾ കടം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കേരളത്തിലൊന്ന് പിടിച്ചാലോ. ഗൂഗിളിൽ ലഭ്യമായ വിവരമാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഏതെങ്കിലും വ്യക്തിയെ ആക്ഷേപിക്കാനോ ഇകഴ്ത്തി കാണിക്കാനോ ഒന്നുമല്ല. ആ കമ്പനിയുടെ പേര് ഞാൻ എന്തായാലും പറയുന്നില്ല, കാര്യം കേരളത്തിലെ അതിപ്രശസ്തമായ കമ്പനിയാണ്. ഒരുപാട് ഷോപ്പിംഗ് മാളുകളുണ്ട്, ഇൻ്റർനാഷണൽ ഗ്രൂപ്പാണ്. ഓക്കെ, അവരുടെ തന്നെ ഇന്ത്യയിലെ മാത്രം കടം, ആ കമ്പനിയുടെ പേര് പറയുന്നില്ല, മലയാളിയാണ് അതിൻ്റെ ടോപ്പ് മൊത്തം മുതലാളി. ഓക്കെ, അവർ ഇൻ്റർനാഷണൽ ഗ്രൂപ്പാണ്. അവരുടെ ഇന്ത്യയിലെ മാത്രം കടം, ഇന്ത്യൻ മാളുകളുടെ മൊത്തം കടമെന്ന് പറയുന്നത് $2.6 ബില്യൺ എന്ന് പറയുമ്പോൾ 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടി. അപ്പോൾ 2.6 ബില്യൺ എന്ന് പറയുമ്പോൾ 260 കോടി ഡോളർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 90 രൂപയിലധികമാണ്. ഇപ്പോൾ ഏകദേശം 90 വെച്ച് കണക്കാക്കുകയാണെങ്കിൽ അവരുടെ ഈ ഷോപ്പിംഗ് മാളുകളുടെ അതിപ്രശസ്തമായിട്ടുള്ള ഷോപ്പിംഗ് മാളുകളാണ്. മിക്കവാറും എല്ലാ ജില്ലയിലുമുണ്ട്. അത് ഇന്ത്യയിലെ മാത്രം കടം 23,400 കോടി രൂപയാണ് കടം. ഓക്കെ, ഇത് ഇന്ത്യൻ ഗ്രൂപ്പിൽ മാത്രമാണ്. ഇതിനിടയ്ക്ക് മലേഷ്യയിലുള്ള ഈ ഗ്രൂപ്പിൻ്റെ 3 ഷോപ്പിംഗ് മാളുകൾ നഷ്ടം കാരണം പൂട്ടി. പിന്നെ നമുക്കറിയാം, അറ്റ്ലസ് രാമചന്ദ്രൻ പൊട്ടിപ്പൊളിഞ്ഞിപ്പോൾ ജയിലിലാണ്. നമ്മളെന്തായാലും ഭാഗ്യത്തിന് പുറത്തുണ്ട്. പിന്നെ അനിൽ അംബാനി അറിയാമല്ലോ, കേട്ടിട്ടുണ്ടല്ലോ, ഈ മുകേഷ് അംബാനിയുടെ സഹോദരൻ പാപ്പരായി പ്രഖ്യാപിക്കപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കോടീശ്വരന്മാർ. ഒന്നും രണ്ടും അല്ല, ഇനിയുണ്ട് 10-25,000 കോടീശ്വരന്മാരുടെ കടം വ്യക്തമായിട്ട് പറയാം. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ കടമൊക്കെ എന്തോന്ന് കടം. 10 ലക്ഷം രൂപയും 30 ലക്ഷം രൂപയും 50 ലക്ഷം രൂപയൊക്കെയാണ് നമ്മുടെ കടം. ഓക്കെ, പിന്നെ വേറൊരു കഥയും കൂടെ പറയാം. കഥയല്ല, യാഥാർത്ഥ്യം. ഏകദേശം 10-20 കൊല്ലം മുമ്പ് കോൺഗ്രസ് ഗവൺമെൻറ് അധികാരത്തിലിരുന്നപ്പോൾ ഈ കോടീശ്വരന്മാരുടെ, അതായത് ടാറ്റ, ബിർള, അംബാനി തുടങ്ങിയ ആൾക്കാരുടെ കടം എഴുതി തള്ളിയിരുന്നു. പത്രത്തിലൊക്കെ വന്നതാണ്. ഓക്കെ, 4.6 ലക്ഷം കോടി രൂപയുടെ കുത്തകകളുടെ കടം കേന്ദ്ര ഗവൺമെൻറ് എഴുതി തള്ളിയിരുന്നു. ഈ പണം ആരുടെയാണ്? നമ്മുടേതാണതാ. അജ്ഞാതൻ മുഖം പൊത്തുകയാണ്. നമ്മുടെ കയ്യിലെ കാശാണ്. 4.6 ലക്ഷം കോടി രൂപയുടെ കുത്തകളുടെ കടം കേന്ദ്ര ഗവൺമെൻറ് എഴുതി തള്ളി. അത് നമ്മുടെ കാശാണ്, നമ്മുടെ പോക്കറ്റിൽ നിന്നാണ് ടാറ്റയ്ക്കും ബിർളയ്ക്കും എടുത്ത് കൊടുത്തത്. ഇത് നമ്മൾ എത്ര പേര് അറിഞ്ഞിട്ടുണ്ട്, എത്ര പേര് ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ TV ചാനലിലൊക്കെ അങ്ങ് ചർച്ച തകർക്കുകയാണ്. അന്തിച്ചർച്ച അതിൻ്റെ മാക്സിമം ഇൻറ്റൻസിറ്റിയിൽ നിൽക്കുകയാണ്. എന്തോ ചർച്ച ചെയ്യുന്നത്? BJP എത്ര വോട്ട് പിടിക്കും, കോൺഗ്രസ് എത്ര 110 100 സീറ്റ് പിടിക്കുക, ഇതൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. എന്തോത്തിനാണ് ഇവർ കിടന്ന് ചർച്ച ചെയ്യുന്നതെന്ന് അറിയാം.
ഇതിപ്പോൾ കോൺഗ്രസ് ഭരിച്ചാലും ഇടതുമുന്നണി ഭരിച്ചാലും BJPയുടെ മന്ത്രിസഭ വന്നാലും ആരാണ് കടമെടുക്കുന്നത് എന്നുള്ളത് നിശ്ചയിക്കാനാണ് ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അല്ലാതെ യാതൊരു മഹാകാര്യവും ഇവർ ചെയ്യാൻ പോകുന്നില്ല. നമ്മുടെ ആരുടെയെങ്കിലും കടത്തിനെക്കുറിച്ച് ഏതെങ്കിലും ഒരു ചാനൽ, ഏതെങ്കിലും ഒരു TV ചാനൽ അന്ത്യചർച്ച നടക്കുന്നുണ്ടോ? അതായത് കേരളത്തിലെ മലയാളികളുടെ 90% പേരും കടക്കണിയിലാണ്. ഇതിനെക്കുറിച്ച് ഏതെങ്കിലും ഒരു ചാനൽ ചർച്ച ചെയ്യുന്നുണ്ടോ? ഇല്ല. മലയാളത്തിലെ മാത്രമല്ല, ഇന്ത്യയിലെ എന്നല്ല, ലോകത്തിലെ ഒരു TV ചാനലും ഒരു യൂട്യൂബ് ചാനലും ഈ വിഷയം സംസാരിക്കുന്നില്ല. സംസാരിക്കുന്നത് അജ്ഞാതൻ മാത്രമാണ്. അത് മാത്രമല്ല, അജ്ഞാതൻ എങ്ങനെ ഈ കടം തീർക്കാം എന്നുള്ളതും പറയുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ജീസസ് സാംബശിവൻ എന്ന വ്യക്തി മുന്നോട്ട് വച്ചിരിക്കുന്ന ആശയമുണ്ട്, കറൻസി രഹിത വ്യവസ്ഥ. അതുമാത്രമല്ല, നിരവധി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏതാണ്ട് 32 പ്രോജക്റ്റുകൾ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. അത് കുറേശ്ശെ പറയാം, എല്ലാം കൂടെ പറഞ്ഞ് ഒരു വീഡിയോയിൽ ഒതുക്കാൻ ഒക്കത്തില്ല. നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അജ്ഞാതൻ മാത്രമാണ് പറയുന്നത്. നിങ്ങളുടെ കടത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരേ ഒരു ചാനൽ അജ്ഞാതൻ മാത്രമാണ്. ചർച്ച ചെയ്യുക മാത്രമല്ല, നിങ്ങളുടെ കടം ഏതെങ്കിലും ഒരു വിധത്തിൽ തീർത്തു തരും എന്ന് തന്നെയാണ് അജ്ഞാതൻ ഇപ്പോഴും പറയുന്നത്. വെറുതെ പറയല്ല, അതിന് മാർഗങ്ങളുണ്ട്, അത് സംഭവിക്കുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അജ്ഞാതൻ, ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ. അതുകൊണ്ട് അജ്ഞാതനുമായിട്ട് കൈകോർത്ത് പിടിക്കുക. ഓക്കെ, സൗഹൃദം പങ്കുവെക്കുക. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, സാമ്പത്തികമായിട്ടുള്ള കടം മാത്രമല്ല, മറ്റെന്ത് പ്രശ്നമായിക്കോട്ടെ, അതെല്ലാം അജ്ഞാതനുമായിട്ട് പങ്കുവെക്കുക. കാരണം ഞാൻ നിങ്ങളുടെ ആത്മാർത്ഥ സ്നേഹിതൻ തന്നെയാണ്, ഒരു സംശയവും വേണ്ട. കാര്യം കടം തീർത്തു തരാമെന്ന് നിങ്ങൾക്ക് ലോകത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടോ? പോട്ടെ, ലോകത്തിലെ മുഴുവൻ കടം, ഞാൻ എപ്പോഴും ആവർത്തിക്കുന്നില്ല, 38,000 ലക്ഷം കോടി രൂപയുടെ കടം തീർക്കുക എന്ന് തന്നെയാണ് അജ്ഞാതൻ്റെ ലക്ഷ്യം. അത് ചെയ്തിരിക്കും. അജ്ഞാതൻ ഒറ്റയ്ക്കാന്ന് വിചാരിക്കരുത്, ലക്ഷക്കണക്കിന് ആൾക്കാരുള്ളത് ഞാൻ പറയുന്നില്ല. മറിച്ച് അജ്ഞാതൻ്റെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗുരുവായൂരപ്പൻ കൂടെ ഉണ്ട്. കാര്യം ഞാൻ പറയുന്നത് വൃത്തികെട്ട കാര്യമൊന്നും അല്ലല്ലോ. അജ്ഞാതൻ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ അത് ഞാൻ പറയാമല്ലോ, ഉണ്ണിക്കണ്ണന് ഗുരുവായൂരപ്പന് ഏറ്റവും ഇഷ്ടമുള്ള വഴിപാടെന്താണെന്ന് അറിയാം. ഓരോരുത്തരൊക്കെ അതും ഇതൊക്കെ പറയും, കദളിപ്പഴം, വെണ്ണ നിവേദ്യം, ഇതൊക്കെ പറയും. പക്ഷേ ഇതൊന്നുമല്ല ഉണ്ണിക്കണ്ണന് ഗുരുവായൂരപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. മറിച്ച് നമ്മൾ സാഷ്ടാംഗം നമസ്കരിക്കുന്നതാണ് ഗുരുവായൂരപ്പന് ഉണ്ണിക്കണ്ണന് ഏറ്റവും ഇഷ്ടമെന്നാണ് പറയുന്നത്. ഓക്കെ, സ്ത്രീകൾ മുട്ടുകുത്തി നമസ്കരിക്കുക, പുരുഷന്മാർ സാഷ്ടാംഗം നമസ്കരിക്കുക. അങ്ങനെ നമസ്കരിക്കുമ്പോൾ ഉണ്ണിക്കണ്ണൻ ഓടി വരും, നമ്മുടെ അടുത്ത് വരുമെന്നാണ് വിശ്വാസം. ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ളത് ഇതാണ്, വെണ്ണയും കദളിപ്പഴമൊന്നുമല്ല, മറിച്ച് നമ്മുടെ ഭക്തിയാണ്, ഉള്ളുരുകിയുള്ള ഭക്തിയാണ്, അടിയുറച്ച വിശ്വാസം, ഭക്തിയാണ് ഗുരുവായൂരപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ എല്ലാവരോടും ഞാൻ പറയുന്നു, ഗുരുവായൂർ അമ്പലത്തിൽ നിങ്ങൾ പോകുമ്പോൾ അവിടെ അകത്ത് ശ്രീകോവിലിൻ്റെ ആ തൊട്ട് പടിഞ്ഞാറ് വശം നമുക്ക് നമസ്കരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അവിടെ എല്ലാവരും നമസ്കരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും ഗുരുവായൂർ പോകുമ്പോൾ സാഷ്ടാംഗം നമസ്കരിക്കും. എന്നിട്ട് ഞാൻ പറയുന്ന
പ്രാർത്ഥന ഇതാണ്: ഭഗവാനെ, എനിക്കെന്തെങ്കിലും നിയോഗമുണ്ടെങ്കിൽ ആ നിയോഗം പൂർത്തീകരിക്കാൻ എന്നെ സഹായിക്കണേ എന്നാണ് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. ഭഗവാൻ കേൾക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നിമിത്തങ്ങൾ അങ്ങനെയാണ് കാണിക്കുന്നത്. നിരവധി കാര്യങ്ങളുണ്ട്. ഉണ്ണിക്കണ്ണൻ്റെ സാമീപ്യം ഞാൻ അറിയുന്നു. ഒന്നും രണ്ടും കാര്യം കൊണ്ടല്ല, ആയിരക്കണക്കിനല്ല, പതിനായിരക്കണക്കിന് നിമിത്തങ്ങളുണ്ട്. ഉണ്ണിക്കണ്ണൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, എന്നെ കാണുന്നുണ്ട് എന്നുള്ളതിൻ്റെ നിമിത്തങ്ങൾ ഒന്നും രണ്ടുമല്ല, പതിനായിരക്കണക്കിനുണ്ട്. അതുകൊണ്ട് എനിക്ക് ആത്മവിശ്വാസമാണ്. നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളുടെ കടമെന്നൊക്കെ പറയുമ്പോൾ 10 ലക്ഷവും 50 ലക്ഷവും ഏറിയാൽ 1 കോടിയൊക്കെയാണ്. ലോകത്തിൻ്റെ മൊത്തം കടം 38,000 ലക്ഷം കോടി രൂപ. അത് തീർക്കുക എന്നുള്ളതാണ് അജ്ഞാതൻ്റെ ലക്ഷ്യം. നോക്കുക, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഓരോ മതക്കാരും ഓരോ രീതിയിലൊക്കെ പല പേരുകൾ വിളിക്കും. അള്ളാവെന്ന് വിളിക്കും, കർത്താവെന്ന് വിളിക്കും, ഹിന്ദുക്കൾ ഗുരുവായൂരപ്പൻ എന്ന് വിളിക്കും, അയ്യപ്പൻ എന്ന് വിളിക്കും. പല രൂപങ്ങളുണ്ട് ഈശ്വരന്. ഓക്കെ, ഈ ഈശ്വരനെ പൂർണ്ണമായിട്ടും അറിയാൻ നമുക്ക് സാധിക്കുമോ? 100% ഒരിക്കലും സാധിക്കാൻ പോകുന്നില്ല. കാരണം ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഭൂമിയും സൂര്യനും ഒക്കെ നമ്മൾ കാണുന്നു, ശരി. ഈ ഭൂമിയും സൂര്യനും മാത്രമാണോ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ? അല്ല. നമ്മുടെ സൗരയുധം പോലും, നമ്മുടെ ഗാലക്സിയെ വെച്ച് നോക്കുമ്പോൾ, ആകാശഗംഗയെ വെച്ച് നോക്കുമ്പോൾ സൗരയുധം പോലും ചെറുതാണ്. ഓക്കെ, ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ ഒരു വിരലിൻ്റെ ആ അളവ് പോലും വരുന്നില്ല. ഗാലക്സി, ആകാശഗംഗയിൽ ഈ സൗരയുധം പോലും. എത്ര ഗാലക്സി ഉണ്ട് എണ്ണിയിട്ടുണ്ടോ? ശാസ്ത്രജ്ഞന്മാരെണ്ണാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. 10-20 അങ്ങാണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതുവരെ. പക്ഷേ ഇതിൻ്റെ അറ്റം എവിടെ, ഇതിൻ്റെ അതിരുകൾ എവിടെ, നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. അത്ര ഘനഗംഭീരമായ വലിപ്പമുള്ളതാണ് ഈ പ്രപഞ്ചം. ആ പ്രപഞ്ചത്തിൻ്റെ അതിരുകൾ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച പ്രപഞ്ച സൃഷ്ടാവായ ഗുരുവായൂരപ്പനെ അല്ലെങ്കിൽ അള്ളാവിനെ അല്ലെങ്കിൽ കർത്താവിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? പൂർണ്ണമായിട്ട് പോയിട്ട് 1% പോലും നമുക്ക് പറ്റില്ല. 100% ഉറപ്പാണത്. ശാസ്ത്രം പലതുമൊക്കെ കണ്ടുപിടിച്ചിട്ട് ഓരോ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും വലിപ്പത്തെക്കുറിച്ചുമൊക്കെ കുറേ കഥകൾ മാത്രമേ അവർക്ക് പറയാൻ പറ്റിയിട്ടുള്ളൂ. ആ കഥകളൊക്കെ തന്നെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിൽ വെറും കെട്ടുകഥകളായിട്ട് പരിണമിച്ചിട്ടേ ഉള്ളൂ. ഒരിക്കലും പ്രപഞ്ചത്തിൻ്റെ അതിരുകൾ എവിടെയാണെന്ന്, യഥാർത്ഥ വലിപ്പം എന്താണെന്ന് മനുഷ്യനും ശാസ്ത്രത്തിനും കണ്ടുപിടിക്കാൻ ഒക്കില്ല. 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അതിരുകൾ പോലും നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത അത്ര ഘനഗംഭീരമായ വലിപ്പമുള്ള ഈ പ്രപഞ്ച സൃഷ്ടാവിനെ നമുക്കറിയാൻ പറ്റില്ല. 1% പോലും അറിയാൻ പറ്റില്ല. അപ്പോൾ ഈ പ്രപഞ്ചത്തിനെ അതായത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത അത്ര വലിപ്പമുള്ള ഘനഗംഭീരമായ വലിപ്പമുള്ള ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിന് നിങ്ങളുടെ 50 ലക്ഷം രൂപയുടെ കടം തീർക്കാനാണ് പാട്. ഈ ഭൂമി തന്നെ, ഭൂമിയുടെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ എന്ത് ചെറുതാണ്. ആ നമ്മുടെ കടങ്ങളും കാര്യങ്ങളുമൊക്കെ ഭഗവാന് നിസ്സാരമാണ്. അതുകൊണ്ടാണ് ഉണ്ണിക്കണ്ണൻ ഓടിച്ചാടി നടക്കുന്നത്. ഇത്രയും ദുഃഖങ്ങളുള്ള ആൾക്കാർ തിങ്ങിക്കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ണിക്കണ്ണൻ കുറുമ്പും കാണിച്ച് കുസൃതിയും കാണിച്ച് അവിടെ ഓടക്കിഴലുമായിട്ട് ഓടി നടക്കുകയാണ്. ഉണ്ണിക്കണ്ണൻ ഒരു ദുഃഖവുമില്ല. നിങ്ങളുടെ സങ്കടം കേൾക്കുമ്പോൾ ഉണ്ണിക്കണ്ണൻ കളിയാക്കി ചിരിക്കും.
കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം സൃഷ്ടിക്കാൻ കഴിവുള്ളവരുടെ ഉള്ള ഉണ്ണിക്കണ്ണനോടാണ് നിങ്ങളുടെ ഈ ചെറിയ ദുഃഖങ്ങൾ പറയുന്നത്. അതൊക്കെ ചെറുതാണ്. ഭഗവാൻ അറിയാം അത് നിസ്സാരമായ കാര്യമാണ്. ഈ പ്രപഞ്ചം സൃഷ്ടിക്കാമെങ്കിൽ നിങ്ങളുടെ കടങ്ങളും പോട്ടെ. ഓരോരുത്തരുടെയൊക്കെ സ്വപ്നം എന്തോ അറിയോ, ഒരു വീട് വെക്കുക. ഓക്കെ, അത് ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? ഈ പ്രപഞ്ചം സൃഷ്ടിച്ച സൃഷ്ടാവിനോടാണ്. ഭഗവാനെ എനിക്കൊരു വീട് വെക്കാൻ ഭാഗ്യം ഉണ്ടാവണേ, അനുഗ്രഹിക്കണേ. അപ്പോൾ ഉണ്ണിക്കണ്ണൻ ചിരിക്കും. കാരണം നിങ്ങളുടെ പ്രാർത്ഥനയുടെ നിസ്സാരതയോർത്താണ് ഉണ്ണിക്കണ്ണൻ ചിരിക്കുന്നത്, കുസൃതി കാണിക്കുന്നത്. കാരണം ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിട്ട് നിൽക്കുന്ന ഉണ്ണിക്കണ്ണനോട് പറയാണ്, 1000 സ്ക്വയർ ഫീറ്റ് വീട് സംഘടിപ്പിച്ച് തരണേ. ഈ പ്രപഞ്ചം എത്ര സ്ക്വയർ ഫീറ്റാ? 1000 10,000? അപ്പോൾ നമ്മുടെയൊക്കെ പ്രാർത്ഥനകളും ദുഃഖങ്ങളുമൊക്കെ ഭഗവാന് നിസ്സാരമായിട്ട് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അത് മാത്രമല്ല, ഭൂമിയിൽ പ്രകൃതി സമ്പത്ത് എത്രയോ ഉണ്ട്. പ്രകൃതി സമ്പത്ത് നമുക്ക് ആവശ്യത്തിലധികമുള്ള പ്രകൃതി സമ്പത്ത് ഈശ്വരൻ കനിഞ്ഞനുഗ്രഹിച്ച് തന്നിട്ടുണ്ട്. ആ പ്രകൃതി സമ്പത്ത് നമ്മൾ ബുദ്ധിപൂർവം, കൗശലപൂർവം, വിവേകപൂർവം ഉപയോഗിക്കാൻ മാത്രം പഠിച്ചാൽ മതി. നിസ്സാരമായിട്ട് ഒരു പൂ വിറിക്കുന്ന ലാഘവത്തോടെ ഇന്ന് ഈ ലോകത്തുള്ള മുഴുവൻ പ്രശ്നങ്ങൾക്കും 100% പ്രശ്നങ്ങൾക്കും നിസ്സാരമായിട്ട് ഒരു പൂ വിറിക്കുന്ന ലാഘവത്തോടെ വെറും 100 ദിവസം കൊണ്ട് പരിഹരിക്കാമെന്ന് ജീസസ് സാംബശിവനെ കൊണ്ട് ഗുരുവായൂരപ്പൻ പറഞ്ഞിരിക്കുന്നു. അത് കേൾക്കാൻ പോലും മലയാളി തയ്യാറാവുന്നില്ല. ജീസസ് സാംബശിവൻ പറഞ്ഞേക്കുന്നത് എന്താണ്? കറൻസി രഹിത വ്യവസ്ഥയെ അത് മുന്നോട്ട് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞേക്കുന്ന ഇതാണ്: 1 സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ കടം തീർക്കാം. ഈ ഭൂമിയിലെ 826 കോടി ജനങ്ങളും ഇത് അംഗീകരിക്കുകയാണെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ കടം തീരും. 38,000 ലക്ഷം കോടി രൂപയുടെ കടം തീരും. വീടില്ലാത്ത എല്ലാവർക്കും വെറും 2 ദിവസം കൊണ്ട് വീട്. അതൊന്ന് ഞാൻ വിശദീകരിക്കാം. ജീസസ് സാംബശിവൻ തന്നെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ആരും കാണുന്നില്ല. ഉള്ള ആരും പറയാമല്ലോ, ഒരാളും കാണുന്നില്ല പുള്ളിയുടെ ഈ വലിയ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന ആശയമാണെന്നും പറഞ്ഞ് പുള്ളി അവതരിപ്പിക്കുന്നത്. ആരും കാണുന്നില്ല. അദ്ദേഹം പറഞ്ഞ ആ ഒരു പോയിന്റിൽ ഒരു മിനിറ്റ് കൊണ്ട് ഞാനത് വിശദീകരിക്കാം. ഒരു വീട് വെക്കണമെങ്കിൽ എത്ര ദിവസം എടുക്കും? ഞാൻ ഇവിടെ നമ്മുടെ ഈ കോൺട്രാക്ടർമാരുടെ അടുക്കൊക്കെ ചോദിച്ചു. ഒരുപാട് പേരുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്. അവരിൽ 4-5 പേരോടൊക്കെ ചോദിച്ചു. അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഒരു 6 മാസമെങ്കിലും എടുക്കും. എന്തുവാ, ഒരാഴ്ച കൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് പണിഞ്ഞിട്ട് പിന്നെ ഈ വീട് പണിയുന്നതിന് കാശുണ്ടാകുന്നത് വരെ കാത്തിരിക്കും. അങ്ങനെ ഒരു 6 മാസം ശരാശരി എടുക്കും ഒരു വീട് വെക്കാൻ. 1000-2000 സ്ക്വയർ ഫീറ്റ് വീട് വെക്കാം. ഏകദേശം 6 മാസം ഇന്ന് എടുക്കും. ആ സ്ഥാനത്താണ് നമ്മുടെ ജീസസ് സാംബശിവൻ പറഞ്ഞേക്കുന്നത് 2 ദിവസം കൊണ്ട് വീട് കഴിക്കുന്നു. അത് 1ഉം 2ഉം അല്ല, 160 കോടി വീടുകൾ അത് 1 രൂപ ചിലവില്ലാതെ ചെയ്യാമെന്ന്. സ്വാഭാവികമായിട്ടും അവന് തലയ്ക്ക് വട്ടാന്ന് നമ്മളെല്ലാവരും പറയത്തുള്ളൂ. പക്ഷേ പുള്ളിയുടെ വിശദീകരണം കേൾക്കൂ. അതായത് 2 ദിവസം എന്ന് അദ്ദേഹം പറയുകയാണ്. വിശദീകരിക്കുമ്പം പറയാണ് 2 ദിവസം എന്ന് പറഞ്ഞാൽ 48 മണിക്കൂർ. ഈ 48 മണിക്കൂർ പോലും വേണ്ട എന്നാണ് പുള്ളി പറയുന്നത്. വെറും 36 മണിക്കൂർ കൊണ്ടൊരു വീട് ചെയ്യാം. അതുപോലെ 160 കോടി വീട് ചെയ്യാം 1 രൂപ ചിലവില്ലാതെ. എന്തുവാണ് അതിൻ്റെ രഹസ്യം? ഒന്നുകിൽ അയാൾക്ക് തലയ്ക്ക് വട്ട്, അതല്ലെങ്കിൽ എന്തോ കാര്യമുണ്ട്. അതാണ് സംഭവം. അതായത് അദ്ദേഹം പറയുന്ന ഇതാണ്. എലോൺ മസ്ക് എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. എലോൺ മസ്ക് അമേരിക്കയിലെ വലിയ വ്യവസായിയാണ്, കോടീശ്വരൻ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരനാണ്.
എലോൺ മസ്കിന് ഒരുപാട് കമ്പനികളുണ്ട്. കാറ് കമ്പനി, ആത്തും ഇത്തും എല്ലാം ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ റെഡിമെയ്ഡ് പാർട്സ് വെച്ച്, ബ്ലോക്കുകൾ വെച്ച് അത് ഈ കൂട്ടിച്ചേർത്ത് ചെയ്യുന്ന വീട്, അതായത് റെഡിമെയ്ഡ് പാർട്സ് വെച്ച്. ഇപ്പോൾ തന്നെ ഈ കുട്ടികളുടെ ബിൽഡിംഗ് ബ്ലോക്സ് കണ്ടിട്ടില്ലേ, ബിൽഡിംഗ് ബ്ലോക്സ്, അത് വെച്ച് കുട്ടികൾ അതിൻ്റെ പാർട്സ് വെച്ച് കൂട്ടി യോജിപ്പിച്ച് പല രൂപങ്ങളുണ്ടാക്കും. ഓക്കെ, അതുപോലെ അതിൻ്റെ വലിയ രൂപം, അതായത് റെഡിമെയ്ഡ് ബ്ലോക്കുകൾ കൂട്ടിച്ചേർത്ത് ഉള്ള വീട്. അത് നമ്മുടെ ഇവിടുത്തെ സിമൻറ്റും കമ്പിയും വെച്ചുള്ള വീടിനേക്കാൾ മനോഹരമാണ്. കാണാനും അതിൽ ജീവിക്കാനും വളരെയധികം സൗകര്യപ്രദമാണ്. അത് ഈ റെഡിമെയ്ഡ് ബ്ലോക്ക് വെച്ച് പെട്ടെന്ന് വെറും 36 മണിക്കൂർ കൊണ്ട് ഒരു വീട് ചെയ്യാം. അതിന് ആ കമ്പനി ഇപ്പോൾ ചാർജ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് $10,000, അതായത് ഏകദേശം 9 ലക്ഷം രൂപ. പക്ഷേ ഈ ജീസസ് സാംബശിവൻ്റെ കറൻസി രഹിത വ്യവസ്ഥ അത് വിശദീകരിക്കാൻ കുറേ സമയമെടുക്കും. ഓക്കെ, ആ സിസ്റ്റത്തിൽ ഇതിന് പണം വേണ്ട. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറഞ്ഞേക്കുന്ന കാര്യം ഇതാണ്. ഈ എലോൺ മസ്കിൻ്റെ കമ്പനി ചെയ്യുന്ന പോലെ ബിൽഡിംഗ് ബ്ലോക്സ് വെച്ച് വെറും 36 മണിക്കൂർ കൊണ്ട്, ഓക്കെ, ഒരു വീടാണ് ഈ 36 മണിക്കൂർ കൊണ്ട് ചെയ്യുന്നത്. പക്ഷേ സൈമൾട്ടേനിയസ് ആയിട്ട് 160 കോടി വീടുകൾ പല രാജ്യങ്ങളിലായിട്ട് ചെയ്യാം. അതിന് 2 ദിവസം പോലും വേണ്ട, 36 മണിക്കൂർ മതി. ഓക്കെ, അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ മലയാളികൾ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന ആശയം കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ച് പഠിച്ചേ വെക്കൂ, നിർബന്ധമാണ്. അതൊക്കെ പഠിച്ച് അത് 1-2 ദിവസം കൊണ്ടല്ല പുള്ളി തട്ടിക്കൂട്ടിയത്. 35 വർഷത്തോളം പഠിച്ചിട്ടാണ് അത് കണ്ടുപിടിച്ച് അവതരിപ്പിച്ചേക്കുന്നത്. അത് നാട്ടുകാരും കാണുന്നില്ല. പക്ഷേ സാമ്പത്തിക വിദഗ്ധർ 2000 പേര് അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. സാമ്പത്തിക വിദഗ്ധർ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ യോഗ്യതയുള്ളവർ അത് അംഗീകരിച്ച് അത് വീഡിയോയും ചെയ്തു കഴിഞ്ഞു യൂട്യൂബിൽ. ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറ്, അതായത് അപ്ലൈഡ് എക്കണോമിക്സിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറ്, അദ്ദേഹം ഈ ബജറ്റ് ചർച്ചകളിലൊക്കെ ടി വിയിലെല്ലാം വരുന്നതാണ്, അന്തിച്ചർച്ചയിലൊക്കെ വരുന്നതാണ്. അദ്ദേഹമാണ് ജീസസ് സാംബശിവൻ്റെ കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ച് വീഡിയോ ചെയ്തേക്കുന്നത്. ആ വീഡിയോ മലയാളികൾ വെറും 1300 പേരാണ് കണ്ടേക്കുന്നത്. ഓക്കെ, ഓരോരോ കോലങ്ങൾ കാണിക്കുന്ന ഓരോ വീഡിയോകളൊക്കെ കോടികളുടെ വ്യൂസ് വരുമ്പോൾ ലോകം വെറും 100 ദിവസം കൊണ്ട് സമ്പൽ സമൃദ്ധമാക്കാം എന്ന് പറയുന്ന വീഡിയോ കണ്ടത്, അതിൻ്റെ രത്നച്ചുരുക്കം ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറ് അവതരിപ്പിച്ച വീഡിയോ കണ്ടത് വെറും 1300 വ്യൂവേഴ്സ് മാത്രം. അതായത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ജീസസ് സാംബശിവനും ഈ അജ്ഞാതനുമൊക്കെ ഊർജം ചെലവാക്കുന്നത്. ഇപ്പം 29 മിനിറ്റായി. ഒരേ ഫ്ലോയിൽ അല്പം പോലും എനർജി നഷ്ടപ്പെടാതെ ഞാൻ സംസാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ജീസസ് സാംബശിവനും. ഒന്ന് ആലോചിച്ച് നോക്കുക, 35 വർഷം പോട്ടെ, 35 വർഷമല്ല, 35 മാസമല്ല, 35 ദിവസമല്ല, 35 മണിക്കൂറല്ല, 35 മിനിറ്റെങ്കിലും നിങ്ങളിൽ ആരെങ്കിലും ഈ കേരളത്തിലുള്ള ഏതെങ്കിലും ഒരാൾ
ലോകത്തെ കടം തീർക്കാമെന്നും അത് സമ്പൽ സമൃദ്ധമാക്കാമെന്നും 35 വർഷം സമയം മെനക്കെടുവോ? ഇല്ല. അപ്പം 35 വർഷം എത്രയോ മണിക്കൂറുകൾ, 35 വർഷം എടുത്ത് ആ ഊർജം ചെലവാക്കി, ഒരു ജീവിതം തന്നെ ചെലവാക്കി അവതരിപ്പിക്കുന്നതാണ് ഈ കറൻസി രഹിത വ്യവസ്ഥ. അത് നിങ്ങൾ 35 മിനിറ്റ് പോലും ചിന്തിക്കാത്ത, ജീവിതത്തിൽ ചിന്തിക്കാത്ത, 35 മിനിറ്റ് പോലും ചിന്തിക്കാത്ത നിങ്ങളൊക്കെ അത് പുല്ലുപോലെ വലിച്ചെറിയുന്നു. അതിൻ്റെ ചെറു രൂപമായ 7 മിനിറ്റുള്ള വീഡിയോ, ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറ് ചെയ്ത വീഡിയോ, കറൻസി രഹിത വ്യവസ്ഥ അഥവാ കറൻസി ഫ്രീ സിസ്റ്റം എന്നുള്ള ആ ആശയത്തെക്കുറിച്ച് 12 വർഷം പഠിച്ചതിന് ശേഷം അദ്ദേഹം ചെയ്ത വീഡിയോ മലയാളികൾ കണ്ടത് വെറും 1300 പേര് മാത്രം. എന്ത്, നിങ്ങൾക്ക് ആ വീഡിയോ കാണണ്ടേ? കാണണം. കാരണം ഒരാൾ 35 വർഷമൊക്കെ ഒരു കാര്യം, ആൾക്കാരുടെ ഒക്കെ പലതരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടായിട്ട് പോലും ഈശ്വരൻ്റെ സപ്പോർട്ടുണ്ട് എന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം 35 വർഷം ചെലവഴിച്ച് അദ്ദേഹം അത് മുന്നോട്ട് വെച്ചു. അതിൻ്റെ ചെറുരൂപം കറൻസി രഹിത വ്യവസ്ഥ എന്ന് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുക. മലയാളത്തിൽ കറൻസി ഫ്രീ സിസ്റ്റം എന്ന് ഇംഗ്ലീഷിൽ സെർച്ച് ചെയ്യുക. യൂട്യൂബിൽ ആ വീഡിയോ മാത്രമല്ല, ശ്രീ ജീസസ് സാംബശിവൻ്റെ വീഡിയോസും ലഭ്യമാണ്. അതൊക്കെ കാണണം. അപ്പോൾ കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പം 32 മിനിറ്റ് സംസാരിച്ചു. ഓക്കെ. അപ്പോൾ നമ്മുടെ കടമൊക്കെ എന്തൊന്ന് കടം, ടാറ്റയുടെയും ബിർളയുടെയും അംബാനിയുടെയും അദാനിയുടെയും ഒക്കെ കടം കേട്ടില്ലേ? ഓക്കെ, തൽക്കാലം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരുപാട് സമയമായതുകൊണ്ട് മാത്രം തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ ശല്യപ്പെടുത്താൻ വേണ്ടി വീണ്ടും വരും. അതുവരെ നമസ്കാരം പറഞ്ഞുകൊണ്ട് വിരമിക്കുന്നു. ശുഭദിനം.